ട്രോളിംഗ് തുടങ്ങും മുമ്പേ കുതിച്ചുയർന്ന മത്സ്യവില. ഒരാഴ്ച മുമ്പ് കിലോ 150 രൂപയ്ക്ക് വിറ്റിരുന്ന മത്തി 1 കിലോ ലഭിക്കണമെങ്കിൽ 200 മുതൽ 300 വരെ നൽകണം. ഹാർബറുകളിലെ വിലയാണ് ഇത്. ചില്ലറ വിൽപ്പന മാർക്കറ്റുകളിൽ എത്തുമ്പോൾ 10 മുതൽ 20 രൂപയോളം പിന്നെയും കൂടും. നിലവിൽ മാസങ്ങളായി മത്സ്യം കിട്ടാത്ത സ്ഥിതിയുണ്ട്. അയലയും മത്തിയും പേരിന് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം മീനുകൾ ആഴക്കടലിലേക്ക് നീങ്ങിയതും തൊഴിലാളി ക്ഷാമവും ഇന്ധനച്ചെലവ് വർദ്ധിച്ചതുമെല്ലാമാണ് വിലക്കയറ്റത്തിന് കാരണങ്ങളായി തൊഴിലാളികളും കച്ചവടക്കാരും പറയുന്നത്. ട്രോളിംഗ് ആരംഭിക്കുന്നതോടെ വില ഇനിയും ഉയരും. നത്തോലി മുതൽ അയക്കൂറയ്ക്ക് വരെ വില വർദ്ധിച്ചിട്ടുണ്ട്. അയക്കൂറയ്ക്ക് കിലോ 1000 മുതൽ 1300 വരെയായി. അയല 300 മുതൽ 350 രൂപ വരെയാണ്. ചെമ്മീനിന് 350 മുതൽ 500 രൂപ വരെയാണ് മാർക്കറ്റ് വില. പൊതുവെ മാർക്കറ്റിൽ വില ഡിമാൻഡുള്ള ആവൂലി, പഴന്തി, കേദർ തുടങ്ങിയ വലിയ മീനുകളൊന്നും ഇപ്പോൾ കിട്ടാനില്ലാത്ത സ്ഥിതിയാണ്. മത്സ്യത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് വിലയിലും മാറ്റം വരും. മത്സ്യലഭ്യത കുറഞ്ഞതോടെ കഴിഞ്ഞ ഒരു മാസമായി തമിഴ്നാട് ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീനുകളാണ് പ്രധാനമായും വിപണിയിലെത്തുന്നത്. ഇവയ്ക്കും തീവിലയാണ്. മത്സ്യലഭ്യത കുറഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളും പ്രതിസന്ധിയിലാണ്. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമുള്ള ബോട്ടുകൾ എത്തുന്നത് ഇവിടെയുള്ള മത്സ്യബന്ധന ബോട്ടുകൾക്ക് തിരിച്ചടിയാകുന്നുമുണ്ട്. മാസങ്ങളായി ബേപ്പൂർ, പുതിയാപ്പ തുടങ്ങിയ ഹാർബറുകളിൽ നിന്ന് കടലിൽ പോകുന്നവർക്ക് മത്സ്യം കിട്ടാത്ത സ്ഥിതിയാണ്. ബോട്ടുകളിൽ നിന്ന് കിട്ടുന്ന മത്സ്യത്തിൽ ആണെങ്കിൽ വലിയൊരു ഭാഗം കയറ്റി അയക്കുന്നതിനും മറ്റുമായി കമ്പനികൾ ഏറ്റെടുക്കും. ഫ്രീസറിലേക്ക് മാറ്റുന്ന മത്സ്യം മാറ്റി നിർത്തിയാൽ വിൽപ്പനയ്ക്ക് ചെറിയൊരു ശതമാനമേ ഉണ്ടാവൂ. ഇതും വില കൂട്ടാൻ കാരണമാവുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഇന്ധനച്ചെലവും തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കുകയാണ്. സംസ്ഥാനത്ത് 52 ദിവസങ്ങൾ നീളുന്ന ട്രോളിംഗ് നിരോധനം 9 അർദ്ധരാത്രി ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെ കാലമാണിത്. കേരളത്തിൽ മൺസൂൺ കാലത്ത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കാനും അതുവഴി മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ഉറപ്പുവരുത്താനും പോഷകമൂല്യമുള്ള മത്സ്യങ്ങളുടെ വംശവർദ്ധനവിനും വേണ്ടി കേന്ദ്ര സർക്കാരാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. 1988 മുതലാണ് ഇന്ത്യയിൽ നിരോധനം നടപ്പിലാക്കിയത്. വളരെ ചെറിയ കണ്ണികളുള്ള ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കാണ് നിരോധനം. മൺസൂൺ കാലയളവാണ് മത്സ്യങ്ങളുടെ പ്രധാന പ്രജനന കാലം. തെക്കു പടിഞ്ഞാറ് മൺസൂൺ ഈ പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായതിനാൽ ട്രോളിംഗ് വഴി മത്സ്യമുട്ടകളും മത്സ്യക്കുഞ്ഞുങ്ങളും തള്ള മത്സ്യങ്ങളും നശിക്കുന്നത് ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. സമുദ്ര മത്സ്യസമ്പത്ത് സുസ്ഥിരമായി നിലനിർത്തുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാൽ വള്ളങ്ങളും ഇൻബോർഡ് ബോട്ടുകളും ഉപയോഗിക്കുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് സമയത്തും കടലിൽ പോകാൻ അനുവാദമുണ്ട്. പരമ്പരാഗത വള്ളങ്ങൾക്ക് 22 കിലോമീറ്റർ 12 നോട്ടിക്കൽ മൈൽ പരിധിയിൽ മീൻ പിടിക്കാം. മൺസൂൺ കാലത്ത് മീനുകൾ മുട്ടയിട്ട് പെരുകുന്നത് 0 മുതൽ 12 നോട്ടിക്കൽ മൈൽ വരെയുള്ള തീരക്കടലിലാണ്. ഈ സ്ഥലം സംരക്ഷിക്കാൻ വേണ്ടിയാണ് വലിയ ട്രോളറുകളെ കയറ്റാത്തത്. ചെറിയ വള്ളങ്ങൾക്ക് ഈ ഏരിയയിൽ തന്നെ മീൻ പിടിക്കാം. അതുകൊണ്ട് തന്നെ ട്രോളിംഗ് നിരോധന സമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് പ്രതീക്ഷയുടെ കാലമാണ്. ട്രോളിംഗ് നിരോധന സമയത്ത് മീൻ കുറവായതിനാൽ മത്സ്യവില കുതിച്ചുയർന്നതാണ് കാരണം. ഇതോടെ ഇവരുടെ മത്സ്യക്കൊയ്ത്തിന് ഡിമാൻഡ് ഏറുന്നു. അതിനാൽ വള്ളങ്ങളുടെയും വലയുടെയും കേടുപാടുകൾ തീർത്ത് ട്രോളിംഗ് കാലത്തെ മത്സ്യബന്ധനത്തിനായുള്ള തയ്യാറെടുപ്പുകൾ തുടരുകയാണ്. ട്രോളിംഗ് നിരോധനം ആരംഭിക്കും മുമ്പ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി VD സതീശൻ, ഫിഷറീസ് മന്ത്രി V അബ്ദുൾ ഗഫൂർ എന്നിവർക്ക് കത്ത് നൽകി. ട്രോളിംഗ് നിരോധനത്തിന് മുൻപ് തന്നെ പ്രതികൂല കാലാവസ്ഥ, ഇന്ധന വില വർധന, മത്സ്യബന്ധന ബോട്ടുകളുടെ വർദ്ധിപ്പിച്ച ലൈസൻസ് ഫീസ്, ഇൻഷുറൻസ് ഇല്ലാത്തത് എന്നീ കാരണങ്ങളാൽ മത്സ്യബന്ധനത്തിന് പോകാനാവാതെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിലാണ്. ജൂൺ 9 മുതൽ ജൂലൈ 31 വരെയുള്ള നിരോധന കാലയളവ് സാമ്പത്തികമായി ഗുരുതരമായ പ്രയാസമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കുന്നതെന്നും KC വേണുഗോപാൽ കത്തിൽ ചൂണ്ടിക്കാട്ടി. ബോട്ടുകളുടെ പെയിന്റിംഗ്, അറ്റകുറ്റപ്പണി, പുതിയ വടം, വല തുടങ്ങിയവയ്ക്ക് ചെലവാകുന്ന തുക മിച്ചം പിടിക്കാൻ തൊഴിലാളികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നും ഈ സാഹചര്യത്തിൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നും KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു.